Ladies and gentlemen, this is Adarsh and welcome to My Konayadi. So, നമ്മൾ ഇന്ന് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത്. അരുൺ വിജയുടെ ഒരു ആക്ഷൻ ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഭയങ്കര സർപ്രൈസ് ആയി റിലീസായ സിനിമയാണ് റട്ടത്തല. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൈയും കാലും കെട്ടിയിട്ടിട്ട് തലയിൽ ഒരു തോക്കും വെച്ചിട്ട് എടാ ഒപ്പ് സൈൻ ചെയ്യടാ എഗ്രിമെന്റ് പറഞ്ഞിട്ട് സൈൻ ചെയ്യിപ്പിച്ച പടമാണെന്ന് തോന്നുന്നു. അയ്യേ 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 ഒരു പടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എപ്പിക് എപ്പിക് അപരാധം. സോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, റട്ടത്തല ഡബിൾ റോൾ ആണ്. ഇതില് പാവപ്പെട്ട ഭയങ്കര പഞ്ചപാവമായിട്ടുള്ള ഒരു അരുൺ വിജയ് ഉണ്ട്. ഡോൺ, ലോകം ഭരിക്കുന്ന ഡോൺ ആയിട്ടുള്ള ഒരു അരുൺ വിജയും ഉണ്ട്. ആൻഡ് ഇതില് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റോറി ഫെയിം സിദ്ധി ഇദാനി. ഞാൻ വിചാരിച്ചത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആ കൊച്ചിന് കൊടുത്തിട്ടുള്ളത് കേരള സ്റ്റോറിയിലാണ്. അല്ലേ അല്ല, അത് റട്ടത്തലയിലാണ്. പൈസക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരു കൊച്ച്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ഈ കൊച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സ്വർണ്ണ മോതിരം കൊണ്ടുവന്നിട്ട് എന്റെ ഒപ്പം ബാ. അതായത് കിടക്കാ പരിപാടിക്കൊക്കെ. അവള് പറയും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അരുൺ വിജയ് ആണ് ബോയ് ഫ്രണ്ട്, അവന്റെ ഒപ്പം ഞാൻ പോവുള്ളൂ. അവന്റെ അടുത്ത് പറയണേ എനിക്ക് പൈസയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഫ്രാൻസിൽ പോയി സെറ്റിൽ ആവാൻ പോവാണ്. ഒന്നെങ്കിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റേഡിയം സ്റ്റാൻഡ്, രണ്ടും കൂടി വേണ്ട. ആജാദ് ഒരു പരട്ട ക്യാരക്ടർ. സോ യൂഷ്വലി ഈ നായികമാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് വില്ലന്മാരുണ്ടാവും. ഇതിലത്തെ വില്ലന്മാർ അതിലും നിർഗുണന്മാരാണ്. അതുകൊണ്ട് അത് മാത്രവുമില്ല, ആരെങ്കിലും വന്ന് ആ കൊച്ചിനെ ഒന്ന് കൊന്നുണ്ടായിരുന്നതിൽ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് പേഴ്സണലി എനിക്ക് മനസ്സിലായത് ഒരൊറ്റ സീനിലാണ്. ഹരീഷ് പേരടിയെ കാണിച്ചിട്ട് പറയാണ് ഗോഡ് ഫാദർ ഓഫ് ഗോവ. പോരാ, സിനിമയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ സീന് മതിയായിരുന്നു. ഇതില് എല്ലാവരും പെരിയ എന്തോ ആണ്. ഇവനെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾ പേടിക്കും, ഇവനെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. എന്താണ് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. ഒരു ലോഡ് ആൾക്കാരുണ്ട്, ഒരു ലോഡ് ആൾക്കാർ. സോ ഈ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഒറ്റ സീനിൽ എനിക്ക് വീണ്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അരുൺ വിജയ് നടന്നു പോകുമ്പോ അരുൺ വിജയ് 2 കാർ അടിക്കും. ഒരു കാറല്ല, 2 കാർ അടിക്കും. 2 കാർ അടിച്ചിട്ട് അണ്ണൻ പുലിമുരുകൻ സ്റ്റാൻസിൽ വന്ന് നിൽക്കും. അതെന്ന് എനിക്ക് മനസ്സിലായി സിനിമയുടെ നിലവാരം എന്തൊക്കെയാണെന്ന്. ഒരു സീനും അടുത്തൊരു സീനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ കാണിക്കുന്നുണ്ട്. സോ ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഇനി ഞാൻ പറയാൻ പോണത് ഇതിന്റെ സ്പോയിലറും പരിപാടിയൊക്കെയാണ്. സോ സിനിമ കാണാത്തവരാണെന്ന് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കിപ്പ്. അരുൺ വിജയ് അങ്ങേരെ ഇരട്ടത്തല രണ്ടാമത്തെ അരുൺ വിജയെ കാണും. അവിടുന്ന് അങ്ങട് പിന്നെ എന്താ ഉണ്ടാവണെന്ന് വെച്ചാൽ മറ്റേ ഡോൺ ആണ്, വലിയ ഫൈറ്റർ ആണ്, ലോകത്തെ എല്ലാവരും അടിച്ചിടാൻ പറ്റും. ആജാദ് കിഡു ക്യാരക്ടറിനെ അരുൺ വിജയ് സിമ്പിൾ ആയി കൊല്ലും, മറ്റേ പാവപ്പെട്ട അരുൺ വിജയ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പാവപ്പെട്ടവൻ എങ്ങനെയാടാ ഇവനെ കൊല്ലുക വെച്ചപ്പോ സിനിമയുടെ അവസാനം കാണിക്കുകയാണ് ഇവൻ ലോകത്തിന്റെ ലോകം അതിന്റെ മുകളിലുള്ള ഡോൺ ആണ് ഇത്ര. സോ സിദ്ധി ഇദാനിക്ക് പൈസയാണ് വേണ്ടത്, അരുൺ വിജയ്ക്ക് സിദ്ധി ഇദാനിയാണ് വേണ്ടത്. എന്നാൽ ഇവന്റെ ഇത്ര പൈസ ഉണ്ട് വെച്ച് ഇവൻ പിന്നെ കൊല്ലാനും കക്കാനും മോട്ടിക്കാനും നിൽക്കണ എന്തിനാണ്? കയ്യിലുള്ള കാശങ്ങൾ എടുത്ത് കൊടുത്താൽ പോരെ. അത് ചെയ്യില്ല അത്ര. എന്നാ പിന്നെ ക്ലൈമാക്സിൽ കഥയില്ലല്ലോ. ഈ ജാതി ഒരു അപരാധം എടുത്തു വെച്ചിരിക്കുന്നത്. അപരാധം പറഞ്ഞാൽ എപ്പിക് അപരാധം. ആൻഡ് ഇതിൽ കുറെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരാൾ വലിയ എന്തോ ഒരു കമാൻഡോ ആണ് പറയുന്നുണ്ട്, അവനെ 4 അടി കൊടുത്തിട്ട് അവൻ തീരുന്നുണ്ട്. നെഞ്ഞത്ത് വെടി കൊണ്ടാലും വയറ്റിൽ കത്തി കയറിയാലും ഇതിൽ ആരും മരിക്കില്ല. നെഞ്ഞത്ത് വെടി കൊണ്ടിട്ട് അരുൺ വിജയുടെ വക ഒരു ഫൈറ്റ് ഉണ്ട്. സിദ്ധി ഇദാനിയുടെ വയറ്റിൽ കത്തി കയറിയിട്ട് സിദ്ധി ഇദാനി മരിക്കില്ല. ഇതിലത്തെ എല്ലാവരും എന്താ റോബോട്ട് ആണോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. അണ്ണ നിങ്ങൾ ഏജാതി കിടു പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ്. എന്നെ അറിந்தாൽ സിനിമയില് ഇങ്ങനെ വേണമെങ്കിൽ തല അജിത്തിന്റെ മുകളിൽ സ്കോർ ചെയ്തു പറയാ. കുറ്റം എന്താണ് 23 തടം, അതിലും ട്വിന്നാണ്. പിന്നെ വേറൊരു പടമുണ്ട് ഇങ്ങേരും പിന്നെ മറ്റേ പ്രിയ ഭവാനി ശങ്കർ ഒക്കെ പോലീസായിട്ട് ലാസ്റ്റ് ടീം കോബ്ര വേഴ്സസ് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്ത പടം. ഇത്രയും കിടു പടത്തിൽ അഭിനയിച്ച മനുഷ്യനാണ് ഇപ്പൊ എല്ലാ പേക്കൂത്തിലും കയറി അഭിനയിക്കുന്നത്. ഇഡ്ലിക്കടയിൽ ഒരു കോമാളി, അതിനു മുമ്പ് ഏതോ എന്താണ് വനാങ്കന, അങ്ങനെ ഏതൊരു പടം ഉണ്ട്, അത് സീരിയല്. ഇത് പീക്ക് വേസ്റ്റ് പടം. ഇജാതി ഒരു വേസ്റ്റ് പടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ആജാതി ഒരു സാധനം. അയ്യേ, എനിക്ക് ഈ സിനിമ കണ്ടപ്പോ അങ്ങനെ അയ്യേനെ തോന്നി. 1 മണിക്കൂർ 51 മിനിറ്റിന്റെ സിനിമയിൽ ഒന്നുമില്ല, ഒന്നും എടുത്ത് പറയാം. ഒരു സീനും മറ്റേ സീനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പാൻ ഇന്ത്യൻ സിനിമയാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാൻ ഇന്ത്യൻ പടവും. അതിന്റെ ഇടയിൽ വേറെ കൊച്ചു കയറി വരുന്നുണ്ട്, ഉണ്ണി മാങ്ങയാ ഉണ്ണി തേങ്ങയാ പറഞ്ഞിട്ട്. അതിന്റെ വെറുപ്പിക്കല് അതിലേറെ. മലയാളിയാണ്. ഉണ്ണിമായയുടെ ഒപ്പയാണ് അരുൺ വിജയ് ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ അയ്യേ. സിദ്ധി ഇദാനിയുടെ ഒരു വേസ്റ്റ് ക്യാരക്ടർ, ഈ കൊച്ചു അതിലേറെ വേസ്റ്റ്. ആൻഡ് ഈ സിനിമയിൽ ആകെ മര്യാദയ്ക്ക് ഒന്ന് പെർഫോം ചെയ്ത് പറയുമ്പോൾ ഒരു നായുണ്ട്, ആ നായക്ക് ഇടുമായിരുന്നു. വേറെ ഒന്നുമില്ല.
യൂഷ്വലി അരുൺ വിജയുടെ പടത്തിൽ അരുൺ വിജയ് കിടുവായിരിക്കും. ഇത് ഇങ്ങേരെ ഡയലോഗ് ഡെലിവറി വരെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാം. അരുൺ വിജയ് വരെ ബോറാണ് ഈ പടത്തിൽ നിന്ന്. ഒരു പല്ലില് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ചിരിച്ച വില്ലനീസം ഒന്നും ആവില്ല. അയ്യേ, പേട്ടത്തേങ്ങ പറഞ്ഞാൽ പേട്ടത്തേങ്ങയ്ക്ക് അപമാനം തോന്നുന്ന വിധത്തിലുള്ള പേട്ടത്തേങ്ങയാണ് റട്ടത്തല. നിങ്ങളിലെ നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതിന്റെ മ്യൂസിക് വർക്കിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? മുങ്ങാമുണ്ണ ടൈറ്റാനിക്കിൽ ബർജർ അടിച്ചാൽ മതി, ഏഷ്യൻ പെയിന്റ്സ് അടിച്ചാൽ മതി. സോ പേഴ്സണലി ദിസ് ഇസ് എൻ അട്ടർ വേസ്റ്റ് ഫിലിം. ടു മീ പേഴ്സണലി ഇതൊരു അട്ടർ വേസ്റ്റ് പടമാണ്. വേണ്ടവർ കണ്ടുവെക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.